സ്വകാര്യ ബസ് സമര ഭീഷണിയാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പലരും ഈ വിഷയം സംസാരിക്കുമ്പോൾ ഒരു വശം മാത്രമാണ് കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് രണ്ട് വിഭാഗങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു വശത്ത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന യാത്രാ ആനുകൂല്യം, നിരവധി കുടുംബങ്ങൾക്ക് അത് വലിയ സഹായവുമാണ്. ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും സാധാരണ കുടുംബങ്ങൾക്കും അത് വലിയൊരു ആശ്വാസമാണ്. പക്ഷെ മറുവശത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല എന്നത് വെറും ബസ് ഉടമകളെ മാത്രം കുറിച്ചല്ല, മറിച്ച് ആയിരക്കണക്കിന് ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മെക്കാനിക്കുകൾ, വർക്ക് ഷോപ്പ് ജീവനക്കാർ, ഇവരുടെയൊക്കെ കുടുംബങ്ങൾ, നിരവധി ആളുകളുടെ ഉപജീവനമാണ് ഈ മേഖലയിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വകാര്യ ബസ് ഓടുന്നത് ലാഭത്തിലല്ലെന്ന് ഉടമകൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കേൾക്കാനും സർക്കാർ തയ്യാറാവണം. ഡീസൽ വില ഉയരുന്നു, നികുതികൾ ഉയരുന്നു, ഇൻഷുറൻസ് ചെലവ് ഉയരുന്നു, സ്പെയർ പാർട്സുകളുടെ വില ഉയരുന്നു. ഈ സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകൾക്ക് നിലനിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ പറയുമ്പോൾ അത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് പരിഹാരം സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഇല്ലാതാക്കുക എന്നതല്ല. അതുപോലെ സ്വകാര്യ ബസ് മേഖലയെ അവഗണിക്കുക എന്നതും പരിഹാരമല്ല. സർക്കാർ രണ്ടു വശവും ഒരുപോലെ കാണണം. ഡീസലിന്മേലുള്ള നികുതികളും സെസ്സുകളും ഇളവ് നൽകാൻ കഴിയുമോ എന്ന് സർക്കാർ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. സ്വകാര്യ ബസ്സുകൾക്ക് പ്രത്യേക സഹായ പാക്കേജ് നൽകാൻ കഴിയുമോ എന്നും കൂടി പരിശോധിക്കണം. നഷ്ടം സംഭവിക്കുന്ന മേഖലകളിൽ പിന്തുണ നൽകാൻ കഴിയുമോ എന്നും കൂടി നോക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഒരു നല്ല തീരുമാനം എന്നത് ഒരു വിഭാഗം ജയിക്കുകയും മറ്റൊരു വിഭാഗം തോൽക്കുകയും ചെയ്യുന്ന തീരുമാനമല്ല. ജനങ്ങൾക്ക് ഗുണം ലഭിക്കണം. സ്വകാര്യ ബസ് മേഖലയ്ക്കും നിലനിൽക്കാൻ കഴിയണം. ഒരു വശത്ത് സാധാരണക്കാരന്റെ യാത്ര തുടരണം, മറുവശത്ത് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനവും സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ഒരു ഏറ്റുമുട്ടലല്ല വേണ്ടത്, രണ്ടു വശത്തിനും നീതി ലഭിക്കുന്ന പരിഹാരമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ.